ഹായ് നമസ്കാരം, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോ നമ്മൾ യാത്ര പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പൊ അതിന്റെ രണ്ടാമത്തെ പാക്കിങ്ങിന്റെ ഒക്കെ കാര്യങ്ങൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നാളെയാണ് നമ്മൾ യാത്ര പോകുന്നത്. സാധനങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഡ്രസ്സൊക്കെ വേറെ ആണ്. ഇതിപ്പം കുറേശ്ശായിട്ട് ഞങ്ങളിങ്ങനെ പാക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. വണ്ടിയിൽ കുറച്ച് മൗണ്ട് ചെയ്യുന്ന ഗോപ്രോ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്രാവശ്യം ഗോപ്രോ ഒക്കെ വണ്ടിയിൽ മൗണ്ട് ചെയ്തിട്ട് അങ്ങനെ അത് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വണ്ടിയിൽ കുറച്ച് സെറ്റിങ്സ്, പിന്നെ വണ്ടിയുടെ ബാക്കിൽ ഒരു ബാഗ് പോലെ നമുക്ക് കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പോക്കറ്റ് പോലെ ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ബാഗൊക്കെ വാങ്ങിയായിരുന്നു. അപ്പൊ അതൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവാം, നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കി നടത്തണ്ടേ. ഇപ്പോൾ രാവിലെ പുറപ്പെടുന്നതിന് മുമ്പ് എല്ലാം സെറ്റ് ആയിരിക്കണമല്ലോ. നമ്മുടെ സീറ്റ് ഇളക്കി വെച്ചിരിക്കുകയാണ്, സ്ക്രൂ ഒക്കെ ആയിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അത് ഇളക്കി മാറ്റണം. അത് മാറ്റിയതിന് ശേഷമാണ് ബാക്കി അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത്. അതിന്റെ ബാഗ് ഹരി പൊട്ടിക്കുകയാണ്. വന്ന പോലെ തന്നെ ഇരിക്കുകയല്ലേ. ഓ, ഇന്നവനത് മുഴുവൻ പൊട്ടിച്ചെടുക്കും. അന്ന് കാണിച്ചേ. ഇതാണ് ഞാൻ പറഞ്ഞ സീറ്റിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ബാഗ്. ഇത് അതിന്റെ യൂസ് എന്തൊക്കെയാന്ന് പറ. തിരിച്ചാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സീറ്റിന്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെറിയ സാധനങ്ങൾ നമുക്ക് പെട്ടെന്ന് വണ്ടിക്കകത്തൊന്നും നമ്മുടെ യൂസ് ചെയ്യാൻ പറ്റുക, എന്താ പറയാ, വിക്സോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, മെഡിസിനോ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് കാറിലിരുന്നൊക്കെ കഴിക്കാൻ പറ്റുന്ന അങ്ങനെ എടുത്ത് ഡെയിലി രാവിലെ ഉച്ചയ്ക്കൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാനുള്ള അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എടുത്ത് വെക്കാൻ പറ്റുന്ന പോലത്തെ അല്ലേ. പലഹാരം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പ് കയറും. അവരെപ്പോഴും പലഹാരത്തിന്റെ കാര്യം. രണ്ട് ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റിന്റെ ബാക്കിൽ നമ്മളിതിങ്ങനെ ഒരു സീറ്റിന്റെ ബാക്കിൽ ഇത് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് ഇപ്പൊ നമ്മുടെ ബാക്കിലാണ്. ഇങ്ങനെ കുറെ സാധനങ്ങള്. ഇതെന്താ, ഫോണ് വെക്കാനാ? എന്തായാലും എന്തൊക്കെയോ സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. രണ്ടാമത്തെ സീറ്റ് രണ്ടെണ്ണേ ഉള്ളോ? വണ്ടിയുടെ ഭംഗി അങ്ങ് പോയി, പക്ഷെ സീറ്റിന്റെ ഭംഗി അങ്ങ് പോയി. ആര് പറഞ്ഞു? ഞാൻ ബാക്കിലിരിക്കും, നീ ഫ്രണ്ടിലിരിക്കും. നമ്മുടെ രണ്ട് സീറ്റിന്റെ ബാക്കിൽ നമ്മൾ വാങ്ങിയ കവറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ഒന്നും ഹോൾഡ് ചെയ്യില്ല. ഫോൺ വെക്കാൻ പറ്റും. പിന്നെ ചാർജർ വെക്കാം. മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിക്സ് മരുന്ന് അങ്ങനെയൊക്കെ ഉള്ളത് വെക്കാം. ചെറുതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ വെക്കാം. ടിഷ്യൂ പേപ്പർ, ബേസിക്. സീറ്റിലും മറ്റെവിടെയും നമുക്ക് വെച്ച് സ്പേസ് കളയാനില്ല, കളഞ്ഞു പോകില്ല. ഇതാണ് നമ്മുടെ ഗോപ്രോ മൗണ്ട് ചെയ്യാനുള്ള, അല്ല ഫോൺ മാപ്പ് ഇടാനുള്ളത് അല്ലേ. പക്ഷെ അത് കൺജസ്റ്റ് ആവുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ അതായത് പിന്നെ കുഴപ്പമില്ല. കോമൺ ആയിട്ട് ആയിരുന്നുള്ളൂ. മതി, കുഴപ്പമില്ല, മതി. പണ്ട് ചുമ്മാ കാശ് കൊടുത്ത് വെട്ടിയതാ. വണ്ടി കളിയാക്കുന്നു. ഇപ്രാവശ്യം വണ്ടി ഓടിക്കുന്ന റീൽസ് വീഡിയോ
കണ്ടാ ഞങ്ങളില്ലേ ആശ്രമം മൈതാനത്ത് വെച്ച് കുറെ കണ്ടതാ ഇല്ലേ ഈ മറ്റേ റോക്താങ് പാസിൽ കൂടെയും ജില്ലാ പാസിൽ കൂടെയും ഒക്കെ വണ്ടി ഓടിക്കും. നിന്റെ ഡ്രൈവിംഗ് നിങ്ങൾ തൂങ്ങി കിടക്കുന്നല്ലേ? എന്നിട്ട് വണ്ടി ഷൂട്ട് ചെയ്യാം. ഞങ്ങൾ ഷൂട്ട് ചെയ്യാം, നീ ഓടിച്ചാ മതി. വെളിയിൽ നിന്ന് ഷൂട്ട് ചെയ്യാം. മോഡിജിയുടെ ഒക്കെ വണ്ടി കണ്ടിട്ടില്ല, രണ്ട് സൈഡിൽ ആൾക്കാർ തൂങ്ങി നിന്ന് ഷൂട്ട് ചെയ്യണം. ഇതൊരു സ്ക്രീൻ കാർഡാണ്. ഈ സാധനം ഫോറിൽ വീടായിരിക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു. സ്ക്രീൻ കാർഡാ? ഫോണിനൊക്കെ ഒട്ടിക്കത്തില്ല. ഫോണിന്റെ സ്ക്രീൻ കാർഡ് നിക്കുന്നില്ല. ഇനിയിപ്പൊ ഞാൻ അതിനകത്ത് ആ സൈഡായിരിക്കും. ഇളക്കണല്ലേ? ഒരു സൈഡ് ബ്ലാക്ക് ആയിരുന്നു. ഇത് മറ്റേ ക്യാമറയുടെ ലെൻസിന്റെ ക്യാപ്പ് വരാതെ ഫോട്ടോ എടുത്തിട്ട് മൊത്തം ഇരുട്ടാന്ന് പറഞ്ഞ പോലെ ഇല്ല. എന്റെ ഷൂട്ടിന് പോയപ്പോ അസിസ്റ്റന്റ് ക്യാമറാമാനെ ഫോർഡ് ബിഹൈൻഡ് ദ സീനിന്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ഇതുപോലെ എടുത്തു വെച്ചിട്ട് കുറെ നേരം ഫോട്ടോ എടുത്തിട്ട് അതെ ഇരുട്ട് മാത്രമാണ് കാണുന്നത്, ഇത് ലെൻസിനെന്തോ പ്രശ്നമുണ്ടെന്ന് കുറച്ച് നോക്കി കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നോക്കുമ്പോ ക്യാപ്പ് ഇളക്കി വിട്ടാ മതി. അങ്ങനല്ല സൈഡിൽ നിന്ന് ഒട്ടിച്ചു വന്നു. തുണി ഉണ്ടെങ്കിൽ തൂത്തങ്ങ് പോയ കുഴപ്പമില്ലല്ലോ. സംഭവം ഇതിന്റെ ഒറിജിനൽ സ്ക്രീൻ മാറ്റ് ആണ്, ഇത് ഷൈനിങ് ഉണ്ട്. എനിക്കത് എന്തോ ഒരു വ്യത്യാസം പെട്ടെന്ന് ഒരു ഫ്രെയിം വന്ന പോലെ അല്ലേ? ഇതില് സിനിമ ഉണ്ടോ ചേട്ടാ? സിനിമ ഉണ്ടോ ചേട്ടാ? എവിടെയെങ്കിലൊക്കെ നിർത്തിയിടേണ്ടി വന്ന സിനിമയുണ്ടോ? നിർത്തിയിടുന്നില്ലല്ലോ, ഓടിക്കൊണ്ടേയിരിക്കും. ഇന്നലത്തെ വാർത്തയാണോ സോജില്ല പാസിൽ മഞ്ഞിടിഞ്ഞിട്ടുള്ള? 2 മാസമായിട്ട് നമുക്ക് ശ്രീനഗർ പോണ്ടേ? അതെങ്ങനെയാ? ടയർ അഴിച്ചു നോക്കണം. എന്തിനാ? വണ്ടി പഞ്ചറായാൽ നീ എങ്ങനെ സ്റ്റെപ്പിന് വിടും? ഞാൻ സ്റ്റെപ്പിന് വിളിച്ചിട്ട് ഇതൊക്കെ ഇപ്പോഴാണോ പഠിക്കുന്നത്? ഇതൊക്കെ കുറച്ച് ദിവസം മുമ്പ് പഠിച്ചുകൂടായിരുന്നു? വണ്ടി ഇവിടെ കിടക്കില്ലായിരുന്നോ? വെറുതെ ടയറൊക്കെ ഊരി പഠിച്ചുകൂടായിരുന്നോ? സമയമില്ല. അത് 15 മിനിറ്റ് തീരണം. 15 മിനിറ്റ് നമ്മൾ സ്റ്റെപ്പിന് മാറി ഇടാൻ പഠിക്കണം, അല്ലാതെ നമ്മൾ റോഡിൽ കിടക്കും. ഞാൻ പഠിക്കണ്ടല്ലോ, നിങ്ങളെ 3 പേര് പഠിച്ചാ പോരെ? ഉണ്ണിയണം വരുന്നില്ലല്ലോ, ഉണ്ണിയണം പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇനി ഈ ടയറൊക്കെ ഊരിയിട്ട് നാളെ ഇനി ഇത് വേറെ വർഷമൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്യേണ്ടി വരുമോ? ടയർ പഞ്ചറായാൽ എങ്ങനെ സ്റ്റെപ്പിന് മാറ്റിയിടണം എന്ന് പരീക്ഷിക്കാൻ വേണ്ടിട്ട് വണ്ടിയുടെ ടയർ ഇളക്കാൻ പോവാൻ ഒരു ചങ്ങലയൊന്നും വേണ്ട. അറിയില്ല, ആ സാധനത്തൊന്നും പോകില്ല. പിന്നെ ഒന്ന് അകത്ത് വലിച്ചടയ്ക്കണ്ട കേട്ടോ. നടിയിപ്പോ നോക്കുന്നത് അത് നീ എപ്പോ എടുക്കുന്ന സാധനം